സ്തുതിക്കർഹമാം ബലിപീഠേ, ദൈവീകമാം ദിവ്യരഹസ്യം അനുതാപമോടെ ആദരവോടെ അർപ്പിക്കുവാനണിചേരാം. സ്തുതിക്കർഹമാം ബലിപീഠേ, ദൈവീകമാം ദിവ്യരഹസ്യം അനുതാപമോടെ ആദരവോടെ അർപ്പിക്കുവാനണിചേരാം. അണയാമണിചേരാം, അനുരഞ്ജിതരാകാം ഈ ബലിവേദിയിലണയാം. അണയാമണിചേരാം, അനുരഞ്ജിതരാകാം ഈ ബലിവേദിയിലണയാം. സ്നേഹപിതാവിനും തനയനിന്നേകും സ്നേഹബലി ഇതിൽ പങ്കുചേരാം. സ്നേഹപിതാവിനും തനയനിന്നേകും സ്നേഹബലി ഇതിൽ പങ്കുചേരാം. സ്നേഹിതർക്കായിതാ ജീവനെന്നേകും സ്നേഹത്തിൻ ബലിയിൽ പങ്കുചേരാം. സ്നേഹിതർക്കായിതാ ജീവനെന്നേകും സ്നേഹത്തിൻ ബലിയിൽ പങ്കുചേരാം. അണയാമണിചേരാം, അനുരഞ്ജിതരാകാം ഈ ബലിവേദിയിലണയാം. അണയാമണിചേരാം, അനുരഞ്ജിതരാകാം ഈ ബലിവേദിയിലണയാം. മാനവദൂതരിൻ നാമോദമോടെ ബലിപീഠേ അണയുന്ന നിമിഷം. മാനവദൂതരിൻ നാമോദമോടെ ബലിപീഠേ അണയുന്ന നിമിഷം. മരുതാരമൊഴുകുമീ അൾത്താരമുന്നിൽ ഒരു മനമോടെ അണിചേർന്നിടാം. മരുതാരമൊഴുകുമീ അൾത്താരമുൻപിൽ ഒരു മനമോടെ അണിചേർന്നിടാം. സ്നേഹമുള്ളവരെ, നമ്മുടെ എല്ലാ നിയോഗങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ വിശ്വാസത്തിൻ്റെ പിതാവായ തോമാശ്ലീഹായുടെ ദുഃഖറാന തിരുനാൾ നമ്മളിന്ന് ആഘോഷിക്കുകയാണ്. മാർത്തോമ ക്രിസ്ത്യാനികളുടെ പാരമ്പര്യത്തിലെ ഏറ്റവും വലിയ ഒരു തിരുനാൾ ദിവസമാണ്. നമുക്കൊക്കെ വിശ്വാസ ദീപം തെളിയിച്ച തോമാശ്ലീഹായെ അനുസ്മരിക്കുന്ന ദിനമാണ്. ദുഃഖറാന എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഓർമ്മ ആചരണം, അല്ലെങ്കിൽ ഓർമ്മ പുതുക്കൽ, അല്ലെങ്കിൽ ഓർമ്മിക്കൽ എന്നൊക്കെയാണ്. അങ്ങനെ തോമാശ്ലീഹായുടെ ഈ ദുഃഖറാന തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ വിശ്വാസത്തിൽ നമ്മുടെ പിതാവായ തോമാശ്ലീഹായെ നമുക്ക് ഓർക്കാം. അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. തോമസ് നാമധാരികളായ എല്ലാവരെയും നമുക്ക്, നമ്മുടെ ബന്ധുമിത്രാദികളെ നമുക്ക് ഓർക്കാം. അതുപോലെ തന്നെ നമ്മുടെ പുതുതലമുറയ്ക്ക് നമുക്ക് തോമാശ്ലീഹ തെളിയിച്ചു തന്ന വിശ്വാസ ദീപം പകർന്നു കൊടുക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വിശ്വാസം പകർന്നു കൊടുക്കുവാൻ മാതാപിതാക്കന്മാരായ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ആത്മപരിശോധന ചെയ്യേണ്ട ഒരു ദിവസം കൂടിയാണ്.
നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. തോമാശ്ലീഹായുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി, പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി, പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി, പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനിലൂടെ രക്ഷയുടെ സന്ദേശം ലോകത്തിന് നൽകുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. നമുക്കും അവനോട് കൂടെ പോയി മരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മിശിഹായ്ക്ക് പൂർണ്ണമായി സമർപ്പിച്ച മാർത്തോമാശ്ലീഹായെ ഭാരതത്തിൻ്റെ അപ്പസ്തോലനും വിശ്വാസത്തിൻ്റെ പിതാവുമായി നൽകിയതിന് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈ പുണ്യപിതാവിൻ്റെ ദുഃഖാന തിരുനാൾ ആചരിക്കുന്ന ഞങ്ങൾ
ഈ ദിവ്യരഹസ്യങ്ങൾ ഭക്തിയാദരപൂർവ്വം അർപ്പിക്കുവാനും രക്ഷയുടെ ഫലം സ്വീകരിക്കുവാനും യോഗ്യരായി തീരട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ഭയമേതുമില്ലെന്റെ ദൈവം എന്നെ പരിപാലിച്ചു വളർത്തും. ഭയമേതുമില്ലെന്റെ ദൈവം എന്നെ പരിപാലിച്ചു വളർത്തും. ആനന്ദത്തിലെ നീർച്ചോലയിൽ അനുദിനം വഴി നടത്തും. ആനന്ദത്തിലെ നീർച്ചോലയിൽ അനുദിനം വഴി നടത്തും. നീയല്ലോ നല്ല ഇടയൻ, വഴി കാട്ടും സ്നേഹിതൻ. ഓർശലീം നായകാ നിൻ തിരുനാമം പാവനം. നീയല്ലോ നല്ല ഇടയൻ, വഴി കാട്ടും സ്നേഹിതൻ. ഓർശലീം നായകാ നിൻ തിരുനാമം പാവനം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നിസ്സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ അർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ
സർവേശ്വരായ എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. ഉൽപ്പത്തി പുസ്തകത്തിലുള്ള വായന 2-ാം അധ്യായം 8 മുതൽ 17 വരെയുള്ള തിരുവചനം ഗുരു ആശീർവദിച്ചാലും. ദൈവം സഹോദരനെ അനുഗ്രഹിക്കട്ടെ. അവിടുന്ന് കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ രൂപം കൊടുത്ത മനുഷ്യനെ അവിടെ താമസിപ്പിച്ചു. കാഴ്ചയ്ക്ക് കൗതുകവും ഭക്ഷിക്കാൻ സ്വാദുമുള്ള പഴങ്ങൾ കായ്ക്കുന്ന എല്ലാതരം വൃക്ഷങ്ങളും അവിടുന്ന് മണ്ണിൽ നിന്ന് പുറപ്പെടുവിച്ചു. ജീവന്റെ വൃക്ഷവും നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും തോട്ടത്തിൻ്റെ നടുവിൽ അവിടുന്ന് വളർത്തി. തോട്ടം നനയ്ക്കാൻ ഏദനിൽ നിന്ന് ഒരു നദി പുറപ്പെട്ടു. അവിടെ വെച്ച് അത് 4 കൈവഴികളായി പിരിഞ്ഞു. ഒന്നാമത്തേതിൻ്റെ പേര് പിഷോൺ. അത് സ്വർണത്തിൻ്റെ നാടായ ഹവീല മുഴുവൻ ചുറ്റിയൊഴുകുന്നു. ആ നാട്ടിലെ സ്വർണം മേൽത്തരമാണ്. അവിടെ സുഗന്ധദ്രവ്യങ്ങളും പവിഴക്കല്ലുകളുമുണ്ട്. രണ്ടാമത്തെ നദിയുടെ പേര് ഗിഹോൺ. അത് കുഷ് എന്ന നാടിനെ ചുറ്റിയൊഴുകുന്നു. മൂന്നാമത്തെ നദിയുടെ പേര് ടൈഗ്രീസ്. അത് അസീറിയയുടെ കിഴക്കുഭാഗത്തുകൂടി ഒഴുകുന്നു. നാലാമത്തെ നദി യൂഫ്രട്ടീസ്. ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി. അവിടുന്ന് അവനോട് കൽപ്പിച്ചു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചുകൊള്ളുക, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്. തിന്നുന്ന ദിവസം നീ മരിക്കും. ദൈവമായ കർത്താവിനെ സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങൾ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, പൗലോസ് ലീഗ എഫെസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. മിശിഹ സഹോദരി അനുഗ്രഹിക്കട്ടെ. ഇനിമേൽ നിങ്ങൾ അപരിചിതരോ പരദേശികളോ അല്ല, പ്രത്യുത വിശുദ്ധരുടെ സഹപൗരരും ദൈവത്തിൻ്റെ കുടുംബാംഗങ്ങളുമാണ്. സ്ലീഹന്മാരുടെയും പ്രവാചകന്മാരുടെയും അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവർ. അതിൻ്റെ മൂലക്കല്ലോ ഈശോ മിശിഹായും. അവനിൽ ഭവനമാകെ സമന്വയിക്കപ്പെട്ട് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളും ദൈവത്തിൻ്റെ വാസസ്ഥലമായി ആത്മാവിൽ ഒന്നിച്ച് പണിയപ്പെടുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 20, 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. 12 പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികളിലെ പഴുതുകൾ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോട് കൂടി ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യേ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം.
അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ തോമസ് സ്ലീഹായുടെ ദുഃഖാന തിരുനാള് നമ്മളിന്ന് ആഘോഷിക്കുന്നു. വിശ്വാസത്തിൽ നമ്മുടെ പിതാവാണ് തോമസ് സ്ലീഹ. 2000 വർഷങ്ങൾക്ക് മുൻപ് ഭാരത മണ്ണിലേക്ക് വിശ്വാസ ദീപവുമായി ദൂരങ്ങൾ താണ്ടി കടന്നു വന്ന തോമസ് സ്ലീഹ ഒരുപക്ഷെ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഏറ്റവും കൂടുതൽ ദൂരം ഒരൊറ്റ സ്ട്രെച്ചിൽ യാത്ര ചെയ്ത് ഇന്ത്യയിലേക്ക് വന്ന അപ്പസ്തോലനാണ് തോമസ് സ്ലീഹ. അറിയപ്പെടാത്ത ഒരു നാട്ടിലേക്ക്, അറിയപ്പെടാത്ത ദേശങ്ങളിലേക്ക് നിങ്ങൾ ലോകത്തിൻ്റെ അറ്റം വരെ പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ എന്നുള്ള യേശുവിൻ്റെ കൽപ്പന ശിരസാ വഹിച്ചുകൊണ്ടാണ് ഇത്രയും ദൂരം അറിയപ്പെടാത്തൊരു നാട്ടിലേക്ക് തോമസ് സ്ലീഹ എത്തിയത്. തോമസ് സ്ലീഹായുടെ ഈ ഭാരത പ്രേക്ഷിതത്വത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ വലിയ ഒരു ധീരതയോടെ ക്രിസ്തുവിനോട് കൂടെ പോയി മരിക്കാം നമുക്ക് എന്ന് മറ്റു ശിഷ്യന്മാരെ ഉദ്ബോധിപ്പിച്ച അതേ തീഷ്ണതയോടെയാണ് അറിയപ്പെടാത്ത ഈ ദേശത്തേക്ക് തോമസ് സ്ലീഹ ഇറങ്ങിത്തിരിച്ചത് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഞാൻ റോമിൽ പഠിക്കാനായിട്ട് പോയപ്പോൾ നമുക്കറിയാം, കത്തോലിക്ക സഭയിൽ 24 റീത്തുകളുണ്ട്. സീറോ മലബാർ, സീറോ മലങ്കര, ലത്തീൻ, അങ്ങനെ തുടങ്ങി 24 റീത്തുകളുള്ള അതിൻ്റെ ഒരു സംയുക്തമായ ഒരു കൂട്ടായ്മയാണ് സാർവത്രിക സഭ. 24 റീത്തുകളിൽപ്പെട്ട ഒരെണ്ണമാണ് ലത്തീൻ റീത്ത്. 23 ഓറിയന്റൽ റീത്തുകളും ഒരു പാശ്ചാത്യ റീത്തായ ലത്തീൻ റീത്തും അടങ്ങുന്ന 24 വ്യക്തിഗത സഭകൾ അടങ്ങുന്ന ഒരു കൂട്ടായ്മയാണ് സാർവത്രിക സഭ. അപ്പം ഞങ്ങൾ റോമിലേക്ക് പഠിക്കാനായിട്ട് ആദ്യമായിട്ട് ചെല്ലുന്ന സമയത്ത് ഈ 23 ഓറിയന്റൽ റീത്തുകളിൽപ്പെട്ട ലത്തീൻ റീത്തിൽ ആരും തന്നെ ഞങ്ങളുടെ കൂടെ പഠിക്കാനായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ താമസിച്ച സ്ഥലത്തുണ്ടായിരുന്നില്ല. ഞങ്ങൾ 23 റീത്തിൽപ്പെട്ട അച്ഛന്മാർ ഒരുമിച്ച് ആദ്യത്തെ ഒരു മാസം ഇറ്റാലിയൻ ഭാഷ പഠിക്കാനായിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഞങ്ങളെ താമസിപ്പിച്ചിരിക്കുകയാണ്. ഇറ്റാലിയൻ ഭാഷ പഠിക്കുന്ന 23 റീത്തിലും പെട്ട അച്ഛന്മാരവിടെയുണ്ട്. സാർവത്രിക സഭയുടെ ഒരു ഭംഗി, മനോഹാരിത മനസ്സിലാക്കിയത് ആ സമയത്താണ്. ഓരോ ദിവസവും ഓരോ റീത്തിൽപ്പെട്ട 23 റീത്തിലും 23 വ്യത്യസ്തമായ രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു. അപ്പം ഞങ്ങൾ ഓരോരുത്തരും അവരവരുടെ റീത്തിൽ കുർബാന അർപ്പിക്കുന്നു. ഓരോ ദിവസവും ഞങ്ങൾ മാറി മാറി ഓരോ റീത്തിലും പെട്ട കുർബാനയിൽ പങ്കുചേരാനായിട്ട് പോകും. അവർ നമ്മുടെ കുർബാന കാണാനായിട്ട് വരും, നമ്മുടെ കുർബാനയിൽ പങ്കുചേരും. നമ്മൾ അവരുടെ ഓരോ റീത്തിലും പെട്ട കുർബാനകളിൽ പങ്കുചേരും. അപ്പോൾ കത്തോലിക്ക സഭയുടെ ഒരു മനോഹാരിത 23 വ്യത്യസ്തമായ രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു. 23 വ്യത്യസ്തമായ പാരമ്പര്യങ്ങളിൽപ്പെട്ട ക്രൈസ്തവർ, കത്തോലിക്ക സഭയിലെ അംഗങ്ങൾ, മാർപ്പാപ്പയെ അംഗീകരിക്കുന്നവർ വ്യത്യസ്തമായ രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു. അങ്ങനെ അവിടെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭാഷയൊന്നും അറിയില്ല. എല്ലാവർക്കും ഇറ്റാലിയൻ പുതിയ ഭാഷയാണ്. ഇംഗ്ലീഷ് അറിയുന്നവരതിൽ ചുരുക്കമാണ്. അവർ സ്വന്തം ഭാഷയിൽ സംസാരിക്കുന്നു. ഞങ്ങൾ അവരെ മലയാളം പഠിപ്പിക്കാൻ നോക്കുന്നു, അവരവരുടെ ഭാഷ നമ്മളെ പഠിപ്പിക്കാൻ നോക്കുന്നു. അങ്ങനെ ഈ ബാബേൽ ഗോപുരം പറഞ്ഞ പോലെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭാഷ അറിയാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ അവിടെ ഞങ്ങളുടെ കൂട്ടത്തിൽ പഠിച്ചിരുന്ന ഉക്രൈനിൽ നിന്നുള്ള ഒരു ലുബോമീർ എന്ന് പറയുന്ന ഒരു വൈദികൻ, ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പഠിക്കുന്നത് ഒരു യൂണിവേഴ്സിറ്റിയിൽ തന്നെയാണ്. അപ്പോൾ ഇടയ്ക്ക് കാണും. അപ്പോൾ കാണുമ്പോൾ അവനിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് സംസാരിക്കും. അപ്പോൾ അവൻ്റെ ഇടയ്ക്ക് നമ്മളെ ഇന്ത്യക്കാരിങ്ങനെ കളിയാക്കിക്കൊണ്ട് നമ്മളിങ്ങനെ തോട്ടിയിട്ടുകൊണ്ടൊക്കെ സംസാരിക്കും ഇടയ്ക്ക്. അപ്പോൾ അവൻ ഇന്ത്യനെ കുറിച്ച് പല ന്യൂസുകളൊക്കെ കേൾക്കുമ്പോൾ അത് വന്നിട്ട് ഞങ്ങളെ കളിയാക്കിയിട്ട് ഞങ്ങളോട് പറയും. അപ്പോൾ ഞങ്ങൾ തിരിച്ചവനോട് അവൻ്റെ രാജ്യത്തെ പറ്റിയിട്ട് പറയും. അപ്പോൾ അങ്ങനെ ഒരിക്കൽ ഇങ്ങനെ വന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, നിൻ്റെ രാജ്യത്തിലെ ഏറ്റവും വലിയ സ്റ്റീൽ കമ്പനി ഇന്ത്യൻ മിത്തൽ വാങ്ങിച്ചു. അർസനൽ എന്ന് പറയുന്ന സ്റ്റീൽ കമ്പനി ഞങ്ങൾ ഇന്ന് ഇന്ത്യയുടെ കമ്പനിയാണ്. പിന്നെ ടാറ്റ, ജാഗ്വാറും ലാൻഡ് റോവറൊക്കെ മേടിച്ചു എന്നൊക്കെ കൊണ്ട് ഞങ്ങളും ഇന്ത്യനെ കുറിച്ചൊക്കെ പൊക്കി പറയും. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം വന്നിട്ട് എന്നോട് ഇങ്ങനെ പറയാണ്, പത്രോസും പൗലോസിൻ്റെയൊക്കെ ഫീസ്റ്റാണ് നമ്മൾ കഴിഞ്ഞ ജൂൺ അവസാനം ആഘോഷിച്ചത്.
അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ ദിവസങ്ങളിൽ ദുഃഖ്രാന തിരുനാളിൻ്റെ മുൻപത്തെ ഒരു ദിവസം ഞങ്ങൾ കണ്ടുമുട്ടിയപ്പോൾ എന്നോട് വന്നിട്ട് ചോദിച്ചു, ഈ തോമസ് ലീഗ ഇന്ത്യയിൽ വന്നിട്ടുണ്ടോ? നിങ്ങൾ ചുമ്മാ തള്ളണതല്ലേ, അതൊക്കെ ശരിക്കും സംഭവിച്ചിട്ടുള്ള കാര്യമാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ വീണ്ടും നമ്മളെ അങ്ങനെ തമാശയ്ക്കാണ് കളിയാക്കാനായിട്ട് ശ്രമിക്കുന്നത്. തോമസ് ലീഗ ഒന്നും ഇന്ത്യയിലൊന്നും വന്നിട്ടാവില്ല, നിങ്ങൾ ചുമ്മാ തള്ളണതാണ് എന്നൊക്കെ ആളെന്നോട് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ പറഞ്ഞു, ഇവിടെ പത്രോസും പൗലോസും റോമിൻ്റെ അപ്പസ്തോലന്മാരാണ്, രണ്ടുപേരും റോമിൽ രക്തസാക്ഷിത്വം വരിച്ചു. അവരുടെ രക്തസാക്ഷ്യത്തിന് തെളിവുണ്ട്. അവർ റോമിൽ വന്നതിന് അവരുടെ പ്രവർത്തനങ്ങൾക്ക് തെളിവുണ്ട്. നിങ്ങളുടെ ഇന്ത്യയിൽ എന്തുട്ടാണല്ലേ തോമസ് ലീഗ വന്നു എന്ന് പറഞ്ഞിട്ട് വന്നു നിങ്ങൾ ചുമ്മാ കഥ പോലെ തള്ളണതല്ലേ എന്നൊക്കെ ആളിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ എനിക്കും ആവേശമായി. അപ്പോൾ ഞങ്ങൾ തോമസ് ലീഗ വന്നതിനെ പറ്റിയൊക്കെ ഞാനും അവനോട് പറയാനായിട്ട് തുടങ്ങി. അങ്ങനെ അന്ന് അവൻ എന്നോട് ചോദിച്ച ഈ ചോദ്യം ഞാൻ എൻ്റെ ഡോക്ടറേറ്റ് തീസിസിൻ്റെ ആമുഖത്തിൽ എഴുതിയിട്ടുണ്ട്. ഇവനിങ്ങനെ എന്നോട് ചോദിച്ചു. അപ്പോൾ അവനുള്ള മറുപടി, ഞാൻ പറഞ്ഞ മറുപടി അങ്ങനെ ഞാൻ എഴുതിക്കൊണ്ടാണ് എൻ്റെ ഡോക്ടറേറ്റ് തീസിസിൻ്റെ ആമുഖം ആരംഭിക്കുന്നത്. അപ്പോൾ അതിൽ ഇവൻ ചോദിച്ച ചോദ്യം, അപ്പോൾ ഞാൻ ഇവനോട് ഇങ്ങനെ നമ്മുടെ ആവേശം മുഴുവൻ എടുത്തുകൊണ്ട് നമുക്കറിയാവുന്ന ഭാഷകളൊക്കെ ഇവനോട് പറയാൻ ശ്രമിക്കുകയാണ് തോമസ് ലീഗ ഇന്ത്യയിൽ വന്നു എന്നതിനെക്കുറിച്ച്. അപ്പോൾ അന്ന് ഞാൻ അവനോട് നമ്മൾ പഠിച്ചതിൽ നിന്നൊക്കെ ഞാൻ സഭാചരിത്രമാണ് പഠിച്ചേക്കണം, അപ്പോൾ അതിൻ്റെ ഒരു ആവേശം കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ അവനോട് പറഞ്ഞു പിടിപ്പിക്കാനായിട്ട് ഞാൻ പരിശ്രമിക്കണം. ഞാൻ അവനോട് പറഞ്ഞു, തോമസ് ലീഗ ഇന്ത്യയിൽ വന്നു എന്നതിന് റോമിലെ പൗലോസും പത്രോസും വന്നു എന്ന് പറയുന്നത് പോലെ തന്നെയുള്ള തെളിവുകൾ ഞങ്ങൾക്കുണ്ട് എന്ന് ആവേശപൂർവ്വം ഞാൻ അവനോട് പറഞ്ഞത് ഓർക്കാണ്. റോമില് പത്രോസും പൗലോസും ഒക്കെ വന്നപ്പോൾ വെറും ഒരു പൗലോസും വെറും ഒരു പത്രോസുമായിട്ടാണ് അവർ രണ്ടുപേരും റോമിൽ മരിച്ചത്. അന്ന് ക്രിസ്തുമതം പീഡിപ്പിക്കപ്പെട്ട ഒരു കാലഘട്ടമാണ്. നീറോ ചക്രവർത്തിയുടെ കാലത്തുമൊക്കെ ക്രിസ്തുമതം പീഡിപ്പിക്കപ്പെടുന്ന ഒരു കാലത്ത് ഒരു സാധാ പത്രോസേട്ടനും ഒരു സാധാ പൗലോസേട്ടനുമൊക്കെയായിട്ട് മരിച്ചവരാണ് ഇവർ രണ്ടുപേരും. പിന്നീട് AD 325 കോൺസ്റ്റന്റൈൻ ചക്രവർത്തി റോമ സാമ്രാജ്യത്തിൽ ക്രിസ്തുമതത്തിന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചപ്പോഴാണ് ക്രിസ്തുമതം അവിടെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ആരംഭിച്ചത്. അന്ന് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തുമതം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും രണ്ട് അപ്പസ്തോലന്മാരുടെ കബറിടങ്ങൾ കണ്ടെത്തുകയും അത് എടുത്തുകൊണ്ടുവന്ന് വലിയ ദേവാലയങ്ങൾ പണിത് ആ ദേവാലയങ്ങളിൽ അവരുടെ ഭൗതികാവശിഷ്ടങ്ങൾ സൂക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ ആദ്യത്തെ AD 325 വരെയുള്ള കാലഘട്ടം റോമൻ സഭയിലും ഈ അപ്പസ്തോലന്മാരെ കുറിച്ച് അത്ര വ്യക്തമായിട്ടുള്ള തെളിവുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ പത്രോസും പൗലോസും ഒക്കെ ആയിട്ട് മരിച്ചവരാണ് അവർ. പക്ഷെ പിന്നീട് ആ തെളിവുകൾ കണ്ടെടുക്കപ്പെടുകയും അതൊക്കെ തെളിവുകളായിട്ട് ശേഖരിക്കപ്പെടുകയും ചെയ്തു. അവിടെ ഒരു രാജാവ് ക്രിസ്ത്യാനി ആയപ്പോൾ അന്നത്തെ ചിന്താഗതി അനുസരിച്ച് രാജാവിൻ്റെ മതമാണ് ജനങ്ങളുടെ മതം. അപ്പം അതുകൊണ്ട് തന്നെ ക്രിസ്തു മതത്തിന് റോമ സാമ്രാജ്യത്തിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കപ്പെടുകയും റോമ സാമ്രാജ്യത്തിൽ ക്രിസ്തു മതം ഡെവലപ്പ് ചെയ്യാനായിട്ട് ആരംഭിച്ചു. അന്നത്തെ വലിയ വലിയ ദേവാലയങ്ങൾ പണിതത്, കൗൺസിലുകൾ വിളിച്ചു കൂട്ടിയത്, പള്ളികൾ പണിതതൊക്കെ സ്റ്റേറ്റ് സ്പോൺസേഡ് പ്രോഗ്രാമുകളായിരുന്നു. രാജാവ് ഖജനാവിൽ നിന്ന് പണമെടുത്ത് ഇതിനൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങി. എന്നാൽ ഇന്ത്യയുടെ അവസ്ഥ അങ്ങനെ ആയിരുന്നില്ല എന്ന് ഞാൻ അവനോട് പറഞ്ഞു. ഇന്ത്യയുടെ അവസ്ഥ, ഇവിടെ തോമസ് ലീഗ വരികയും ഇവിടെ ഓൾറെഡി ബുദ്ധമതത്തിൻ്റെയും അങ്ങനെ മറ്റ് ഹിന്ദുമതത്തിൻ്റെയും ഒക്കെ സ്വാധീനത്തിൽ ഉണ്ടായിരുന്ന ഈ സ്ഥലത്ത് വന്ന് സുവിശേഷം പ്രസംഗിക്കുകയും ഇവിടെ ഒരു രാജാവ്, ഇപ്പോൾ കോൺസ്റ്റന്റൈനെ പോലൊരു രാജാവ് കേരളത്തിലുണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ ചരിത്രവും ഇതാകുമായിരുന്നില്ല എന്ന് ഞാൻ അവനോട് പറയുകയുണ്ടായി. കോൺസ്റ്റന്റൈനെ പോലൊരു ചക്രവർത്തി കേരളത്തിലെ ക്രിസ്തുമതം സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് റോമിൽ കാണുന്ന പോലെയുള്ള തെളിവുകൾ ഞങ്ങൾക്കും ഉണ്ടായേനെ. പക്ഷെ ഞങ്ങളിവിടെ ഒരു ചെറിയ സമൂഹമായിട്ട് തുടർന്നു. തോമസ് ലീഗ തെളിയിച്ചു തന്ന വിശ്വാസ ദീപം ഈ ചെറു സമൂഹത്തിൽ വളർന്നു. അതിന് എല്ലായ്പ്പോഴും ജയിക്കുന്നവൻ്റെ മാത്രമാണ് ചരിത്രം എഴുതപ്പെടുക. ചരിത്രരേഖകൾ പരിശോധിച്ചാൽ കാണാം, ഹിസ്റ്ററി എന്നതിനെ പിരിച്ചെഴുതിയാൽ ഹിസ് സ്റ്റോറി എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ജയിക്കുന്നവൻ്റെ ചരിത്രമാണ് എഴുതപ്പെടുക. അവിടെ വിജയിക്കാത്തവൻ്റെ ചരിത്രം പലപ്പോഴും ചരിത്രരേഖകളിൽ അവഗണിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ റോമിലൊക്കെ ചരിത്രരേഖകൾ ഉണ്ടായി എന്ന് നിങ്ങൾ പറയുമ്പോൾ അത് അവിടെ രാജാവ് മാനസാന്തരപ്പെട്ടതുകൊണ്ടും രാജാവ് ക്രിസ്ത്യാനി ആയതുകൊണ്ടുമാണ്. അല്ലെങ്കിൽ അതിനു മുൻപുള്ള കാലത്തെ ചരിത്രം പരിശോധിച്ചാൽ റോമിലുണ്ട് എന്ന് പറയപ്പെടുന്ന തെളിവുകൾ ഞങ്ങൾക്കുമുണ്ട് എന്ന് ഞാൻ അവനോട് പറഞ്ഞത് ഓർക്കുകയാണ്. തോമസ് ലീഗ മൈലാപ്പൂരിൽ മരിച്ചു. അതിന് ഏറ്റവും വലിയ തെളിവാണ് ലോകത്തിലെ പല ഭാഗങ്ങളിൽ
മറ്റ് അപ്പസ്തോലന്മാരുടെയൊക്കെ കബറിടങ്ങൾ 3-4 സ്ഥലത്ത് അവകാശപ്പെടുമ്പോൾ തോമാസ് സ്ലീഹയ്ക്ക് ഒരു കബറിടമേ ഉള്ളൂ, അത് മൈലാപ്പൂരിലെ കബറിടമാണ്. റോമിൽ തന്നെ ഈ പൗലോസ് സ്ലീഹ മരിച്ചതിന് അവകാശപ്പെടുന്ന പൗലോസ് സ്ലീഹായുടെ കബറിടം എന്ന് അവകാശപ്പെടുന്ന 3 സ്ഥലങ്ങളുണ്ട് റോമിൽ തന്നെ. ഇതിൽ ഏതാണ് എന്ന് തെളിയിക്കാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമുക്ക് പറയാൻ പറ്റും, സെന്റ് പൗളോ ബസിലിക്കയിലാണ് പൗലോസ് സ്ലീഹായുടെ ഭൗതികാവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് എന്ന്. അപ്പോൾ ഈ 3 സ്ഥലങ്ങളും അവകാശപ്പെടുന്നു പൗലോസ് സ്ലീഹായുടെ കബറിടങ്ങളാണ് എന്ന രീതിയിൽ. എന്നാൽ ഞാൻ പറഞ്ഞു, തോമാസ് സ്ലീഹയ്ക്ക് ലോകത്തിലെ ഒരു കബറിടമേ ഉള്ളത് മൈലാപ്പൂരിലെ കബറിടമാണ്. വേറെ ലോകത്തിലെ ഒരു സ്ഥലത്തും തോമാസ് സ്ലീഹായും എവിടെയെങ്കിലും പോയി മരിച്ചിട്ടുണ്ടാവണ്ടേ? തോമാസ് സ്ലീഹയും യേശുവിന്റെ അപ്പസ്തോലനല്ലേ, അദ്ദേഹവും മരിച്ചിട്ട് എവിടെയെങ്കിലും അടക്കപ്പെട്ടിട്ടുണ്ടാകും. തോമാസ് സ്ലീഹായ്ക്ക് ലോകത്തിലെ ഒരു കബറിടമേ ഉള്ളൂ, അത് മൈലാപ്പൂരിലെ കബറിടമാണ്. ലോകത്തിലെ ഒരു സ്ഥലത്തും തോമാസ് സ്ലീഹായുടെ കബറിടം എന്ന് അവകാശപ്പെടുന്ന മറ്റൊരു സ്ഥലമില്ല എന്ന് ഞാൻ അവനോട് പറഞ്ഞത് ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഒരു അപ്പസ്തോലന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു ജനസമൂഹം, മാർത്തോമ ക്രിസ്ത്യാനികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ജനസമൂഹം ലോകത്തിലൊരു സ്ഥലത്തുമില്ല. പൗലോസ് സ്ലീഹായുടെ ലേഖനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ അപ്പോളോസിൻ്റെതാണ്, ഞാൻ പൗലോസിൻ്റെതാണ് എന്ന് ആരും വീരവാദ്യം മുഴക്കേണ്ട, നമ്മളൊക്കെ ക്രിസ്തുവിൽ ഒന്നാണ് എന്ന് പൗലോസ് സ്ലീഹ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് തന്നെ മാർത്തോമാ സ്ലീഹായുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു ജനസമൂഹം ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കേരളത്തിലാണ് എന്ന് ഞാൻ അവനോട് പറഞ്ഞു. മാർത്തോമാ ക്രിസ്ത്യാനികൾ, തോമാസ് സ്ലീഹായുടെ ക്രിസ്ത്യാനികൾ, ഞങ്ങൾ തോമായുടെ ശിഷ്യന്മാരാണ്, തോമായുടെ പിൻഗാമികളാണ് എന്ന് 2000 കൊല്ലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ജനസമൂഹം തന്നെ തോമാസ് സ്ലീഹ കേരളത്തിൽ വന്നു എന്നതിൻ്റെ വലിയ തെളിവാണ് എന്ന് ഞാൻ അവനോട് പറഞ്ഞു. അപ്പോൾ 2-3 തെളിവുകളാണ് ഞാൻ അവനോട് പറഞ്ഞത്. ഒന്നത് തോമാസ് സ്ലീഹായുടെ മൈലാപ്പൂരിലെ കബറിടം, രണ്ടാമത് തോമാസ് സ്ലീഹായുടെ ശിഷ്യന്മാരെന്നറിയപ്പെടുന്ന മാർത്തോമ ക്രിസ്ത്യാനികൾ, മൂന്നാമത്തെ തെളിവ് തോമാസ് സ്ലീഹ സ്ഥാപിച്ചു എന്ന് പറയപ്പെടുന്ന 7 പള്ളികൾ അല്ലെങ്കിൽ 7.5 പള്ളികൾ. പള്ളികളെക്കാൾ ഉപരിയായിട്ട് തോമാസ് സ്ലീഹ സ്ഥാപിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന 7 വിശ്വാസ സമൂഹങ്ങൾ. അത് കേരളത്തിലെ നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ ചരിത്രരേഖകളിലൊക്കെ ഉള്ള ഒരു കാര്യമാണ് തോമാസ് സ്ലീഹ സ്ഥാപിച്ച 7 പള്ളികൾ. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ദേവാലയമായ പാലയൂര്, തോമാസ് സ്ലീഹ ആദ്യം മാമോദീസ മുക്കി എന്ന് വിശ്വസിക്കപ്പെടുന്ന പാലയൂര്, നിരണം, നിലയ്ക്കൽ, കോട്ടക്കാവ്, അങ്ങനെ തുടങ്ങി 7 ദേവാലയങ്ങൾ. ഈ 3 കാര്യങ്ങൾ തോമാസ് സ്ലീഹ കേരളത്തിൽ വന്നു എന്നതിൻ്റെ തെളിവ് തന്നെയാണ് എന്ന് ഞാൻ ഉറപ്പിച്ച് അവനോട് പറഞ്ഞു. ഈ പത്രോസിനും പൗലോസിനും റോമിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്ന ചരിത്രരേഖകൾ ഞങ്ങൾക്കുമുണ്ട്. AD 325 മുൻപ് അവർക്കുണ്ടായിരുന്ന പോലെയുള്ള ചരിത്രരേഖകൾ ഞങ്ങൾക്കുമുണ്ട് എന്ന് ഞാൻ അന്ന് അവനോട് പറഞ്ഞത് ഓർക്കുകയാണ്. AD 325 ശേഷം പിന്നീട് റീഡിസ്കവർ ചെയ്യപ്പെട്ട രേഖകളാണ് ഇന്ന് നമ്മൾ റോമിലൊക്കെ കാണുക. പത്രോസിനെയും പൗലോസിനെയും കുറിച്ച് കാണുക. AD 325 ശേഷം കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്ത് റീഡിസ്കവർ ചെയ്ത ഒരു 300 കൊല്ലത്തെ ബാക്കിലേക്ക് പിന്നീട് അവർ റീഡിസ്കവർ ചെയ്ത കാര്യങ്ങളാണ്. ആദ്യ നൂറ്റാണ്ടുകളിൽ അവിടെ ഉണ്ടായിരുന്ന തെളിവുകളൊക്കെ ഞങ്ങൾക്കുമുണ്ട് എന്ന് ഞാൻ അന്ന് അവനോട് പറഞ്ഞത് ഓർക്കുകയാണ്. ഈ അവസരത്തിൽ തോമാസ് സ്ലീഹായെക്കുറിച്ച്, തോമാസ് സ്ലീഹായുടെ ഭാരത പ്രേക്ഷിതത്വത്തെക്കുറിച്ച് ഈ കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ തോമാസ് സ്ലീഹായെക്കുറിച്ച് ഏറ്റവും മനോഹരമായിട്ട് സുവിശേഷങ്ങളിൽ പ്രതിപാദിക്കുന്നത് യോഹന്നാൻ സുവിശേഷകൻ തന്നെയാണ്. ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന ഇരട്ടകളിൽ ഒരുവനായ, ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടുന്ന അങ്ങനെ തോമാസ് സ്ലീഹായെക്കുറിച്ച് പറയുന്ന യോഹന്നാൻ്റെ വാക്കുകൾ. പിന്നെ നമുക്കും അവനോട് കൂടെ പോയി മരിക്കാമെന്ന് തോമാസ് സ്ലീഹ പറയുന്ന ആ സന്ദർഭം. പിന്നെ വഴിയും സത്യവും ജീവനുമാണ് എന്ന് യേശുവിന് പറയാനായിട്ട് വഴിയൊരുക്കാൻ വേണ്ടി തോമാസ് സ്ലീഹ ചോദിക്കുന്ന സംശയം, അങ്ങ് എവിടേക്കാണ് പോകുന്നത്? വഴി ഞങ്ങൾക്കറിയില്ലല്ലോ. അവസാനമായിട്ട് അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ വിരൽ വെച്ചല്ലാതെ ഞാൻ വിശ്വസിക്കില്ല എന്ന് തോമാസ് സ്ലീഹ പറയുന്ന ഇന്നത്തെ സുവിശേഷ ഭാഗം. സുവിശേഷത്തിൽ തന്നെ അതിൻ്റെ ശീർഷകമായിട്ട് കൊടുക്കുക തോമാസ് സ്ലീഹായുടെ സംശയം എന്നാണ്. ചിലരെങ്കിലും തോമാസ് സ്ലീഹ സംശയിച്ചതായിട്ട് ഇതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ സംശയത്തിനേക്കാൾ ഉപരിയായിട്ട് തോമാസ് സ്ലീഹായ്ക്ക് ഉണ്ടായിരുന്ന വികാരം, ക്രിസ്തുവിനോട് കൂടെ പോയി മരിക്കാൻ പോലും തയ്യാറായ എനിക്ക് ഉത്തിതനായ ക്രിസ്തുവിനെ കാണാൻ സാധിച്ചില്ലല്ലോ എന്ന സങ്കടമായിരിക്കും.
സംശയത്തിനേക്കാൾ ഉപരിയായിട്ട് അവിടെ ഒരു സങ്കടമാണ്. എനിക്ക് എൻ്റെ ഉത്തിതനായ ക്രിസ്തുവിനെ കാണാൻ സാധിച്ചില്ലല്ലോ, അവനെ എനിക്ക് നേരിട്ട് കാണണം, നിങ്ങൾ കണ്ടതുപോലെ എനിക്കും കാണണമെന്ന് ഒരു കുഞ്ഞിനെ പോലെ തോമസ് സ്ലീഹ ശാഠ്യം പിടിക്കുന്നതായിട്ടാണ് ഈ സുവിശേഷം വായിക്കുമ്പോൾ എനിക്ക് തോന്നുക. തോമസ് സ്ലീഹായുടെ ആ ശാഠ്യം യേശു തന്നെ നിവർത്തിച്ചു കൊടുക്കുകയാണ്. പിന്നീട് തോമസ് സ്ലീഹായ്ക്ക് വേണ്ടി മാത്രമായിട്ട് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെ തോമസ് സ്ലീഹായ്ക്ക് വേണ്ടി മാത്രമായിട്ട് പ്രത്യക്ഷപ്പെട്ട് തോമസ് സ്ലീഹായോട് പറയുന്നു, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഉടനെ തന്നെ തോമസ് സ്ലീഹായുടെ ഉള്ളിൽ നിന്ന് വിശ്വാസ പ്രഖ്യാപനം പുറത്തു വന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മനോഹരമായ ആ വിശ്വാസ പ്രഖ്യാപനം. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് തോമസ് സ്ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ആരൊക്കെ തോമസ് സ്ലീഹായുടെ ഭാരത പ്രേക്ഷിതത്വത്തിൽ സംശയം പ്രകടിപ്പിച്ചാലും ഇവിടെയുള്ള മാർത്തോമ ക്രിസ്ത്യാനികളും തോമസ് സ്ലീഹായുടെ ഖബറിടവും നമ്മുടെ 7 ദേവാലയങ്ങളും തോമസ് സ്ലീഹ ഭാരതത്തിൽ വന്നു എന്നതിന് അതിപുരാതനമായ തെളിവുകൾ തന്നെയാണ്. നമുക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ സാധിക്കും, നമ്മളൊക്കെ തോമസ് സ്ലീഹായുടെ ശിഷ്യന്മാരാണ്, തോമസ് സ്ലീഹായുടെ മാർഗവാസികളാണ്, തോമസ് സ്ലീഹായുടെ മാർഗം പിന്തുടരുന്നവരാണ് എന്ന് ആത്മാർത്ഥമായിട്ട് പറയാൻ നമുക്കൊക്കെ സാധിക്കട്ടെ. നമുക്ക് ലഭിച്ച ഈ വിശ്വാസ ദീപം കെടാതെ പുതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദരിദ്രർക്ക് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എന്നരുളി ചെയ്ത മിശിഹായെ, സുവിശേഷ ഭാഗ്യങ്ങൾക്കൊത്ത വിധം ജീവിച്ചുകൊണ്ട് നിന്റെ സത്യത്തിനു സാക്ഷികളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ പിതാവായ മാർത്തോമാ സ്ലീഹായുടെ മാതൃകയനുസരിച്ച് നിന്നോട് കൂടി മരിക്കുവാൻ സന്നദ്ധരായ അനേകം മിഷണറിമാരെ ഭാരതത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ ശിഷ്യന്മാരെ നിയോഗിച്ച മിശിഹായെ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പോലിത്തായെയും ഞങ്ങളുടെ അതിരുപദേശനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പോലിത്തായെയും ജേക്കബ് മെത്രാപ്പോലിത്തായെയും ടോണി മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും പ്രേക്ഷിതരങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മാവിന്റെ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരായി പ്രശോഭിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ സമൃദ്ധമായി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയ മിശിഹായെ, നിന്നെ ഞങ്ങളുടെ സർവ്വസ്വമായി സ്വീകരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്നുദ്ഘോഷിച്ചുകൊണ്ട് നിന്നിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ തോമസ് സ്ലീഹായെ പോലെ കർത്താവും ദൈവവുമായി നിന്നെ ഏറ്റുപറയുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കും അവനോടുകൂടെ പോയി മരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർഭരനായി നിന്നെ അനുഗമിച്ച തോമസ് സ്ലീഹായെ പോലെ നിന്നെ പ്രതി ജീവൻ പോലും ത്യജിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ കർത്താവെ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന ലോകമെമ്പാടുമുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെ സുഖപ്പെടുത്തണമേ എന്നും രോഗബാധയിൽ നിന്ന് ഞങ്ങളെയും രോഗി ശുശ്രൂഷകരെയും സംരക്ഷിക്കണമെന്നും ഈ പകർച്ചവ്യാധിയെ പ്രതിരോധിക്കുവാൻ ആവശ്യമായ മാർഗങ്ങൾ കണ്ടെത്തുവാൻ സഹായിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ മിശിഹായെ, നിന്നിൽ ആഴമായി വിശ്വസിച്ച മാർത്തോമാ സ്ലീഹായെ പിതാവും സ്ലീഹായുമായി ഞങ്ങൾക്ക് നൽകിയ നിന്റെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പുണ്യാത്മാവിന്റെ വിശ്വാസദാർഢ്യവും ധൈര്യവും പ്രേക്ഷിത ചൈതന്യവും ഞങ്ങൾക്കും നൽകണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്താൽ നമ്മുടെ പാപങ്ങളുടെയും കടങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ.
കാഴ്ചയേകാം ദൈവമേ ജീവിതം ബലിയാ എന്നെയും എൻ സർവവും നിൻ തിരുബലിയിൽ കാഴ്ചയേകാം ദൈവമേ ജീവിതം ബലിയാ എന്നെയും എൻ സർവവും നിൻ തിരുബലിയിൽ ഹൃദയപൂർവം ഞാൻ സ്നേഹമോടെ മാറ്റണേ നിൻഹിതം പോലെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായ മാർ യോസേഫിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്നുദ്ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർ തോമസ് സ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായിയും. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികളാൽ ജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവമുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശിലുവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്ന പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനലേഖമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ സഹോദരനെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയർക്കീസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീ പുത്രന്മാർ, സഹോദരീ സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭിഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നു. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000 മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, സ്വർഗീയങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന
എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്ക്. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചുപോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ച് വിശദീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ തിരുപതി അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ വത്സല പിതാക്കന്മാരായ മാർ ടോണി മെത്രാന് വേണ്ടിയും മാർ ജേക്കബ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്നകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. നിശ്ചിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കു വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവ്വം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനു വേണ്ടിയും ഇന്ന് ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിട്ടുള്ള എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടിയും കൊറോണ വൈറസ് ബാധ മൂലം ക്ലേശിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടിയും അവരെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മല വിശുദ്ധമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണയും സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശു മിശിഹായെ അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളെ കർത്താവും ദൈവമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്നേഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗ മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവിതായക മലയാളത്തിൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധരെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥൻ രക്ഷകനുമായ യേശു മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിൻ്റെയും നാം കർത്താവായ ദൈവമേ,
ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും സ്നേഹാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങ് ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന് അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരത്നങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തജനങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുള്ളാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്താപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ വീർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു.
ആമേൻ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് മിശിഹായുടെ കൃപാവരും അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധ തോമാസ് ലീഹായുടെ ഈ അനുസ്മരണ ദിനത്തിൽ തന്റെ ശരീരരത്നങ്ങൾ നമുക്കായി സജ്ജമാക്കിയ മിശിഹ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വരുവിൻ, ഈ ദിവ്യരഹസ്യങ്ങൾ സ്വീകരിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഞങ്ങളുടെ കർത്താവെ, വിശ്വാസപൂർവ്വം ഞങ്ങൾ സ്വീകരിച്ച ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ കടങ്ങളുടെ പൂർത്തിക്ക് കാരണമാകട്ടെ. യുഗങ്ങളുടെ രാജാവായ മിശിഹായെ, നീ ദാസന്റെയും സൃഷ്ടാവിൻ്റെയും സാദൃശ്യമാകുന്നു. നിന്നിൽ വിശ്വസകലരുടെയും കറകളും കടങ്ങളും നിന്റെ ശരീരരക്തങ്ങളാൽ നിർമ്മാർജ്ജനം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തു. നീ മഹത്വപൂർണ്ണനായി പ്രത്യക്ഷപ്പെടുമ്പോൾ മനോവിശ്വാസത്തിന് എതിരേൽക്കുവാനും സ്വർഗീയങ്ങളിലൂടെ നിന്നെ സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമീൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാകപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എല്ലാവർക്കും ദുഃഖാന തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു. നമ്മുടെ വിശ്വാസത്തിൻ്റെ പിതാവായ തോമാസ് ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് തോമസ് നാമധാരികളെ പ്രത്യേകം ഓർക്കുന്നു. അവർക്ക് ഫീസ്റ്റിൻ്റെ മംഗളങ്ങൾ നേരുന്നു. അതുപോലെ തന്നെ നമ്മൾ സ്തോത്ര കാഴ്ച നമ്മൾ ഇന്നെടുത്തായിരുന്നു. ഞായറാഴ്ചകളിലും അതെടുക്കുന്നതാണ്. വലിയ പാത്രം കണ്ടിട്ട് പേടിക്കേണ്ട, അത് കൈത്തോടാണ്ട് ഇടാൻ വേണ്ടിയുള്ള സൗകര്യത്തിന് ആ പാത്രം മാറ്റിയതാണ്. നമുക്ക് മറ്റതിലേക്ക്
ഇടണമെങ്കിൽ കൈ സ്പർശിക്കേണ്ടി വരുന്നത് കൊണ്ട് ആ പാത്രം മാറ്റിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള ഞായറാഴ്ചകളിലൊക്കെ നമ്മൾ സ്തോത്ര കാഴ്ച പതിവ് പോലെ എടുക്കുന്നതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് സമാപന പ്രാർത്ഥനകൾക്കായിട്ട് ഒരുങ്ങാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിൽ പങ്കുചേർന്ന് മാർത്തോമാ സ്ലിഹായുടെ ഓർമ്മ ആചരിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകി. ഈ ദാനത്തെ പ്രതി അങ്ങയുടെ സ്തുതിക്ക് ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ഞങ്ങളുടെ പ്രത്യാശയായ മിശിഹായെ, പരിശുദ്ധ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങൾ പൊറുക്കുകയും പാപങ്ങൾ മോചിക്കുകയും നിത്യജീവനിൽ ഞങ്ങളെ പങ്കുചേർക്കുകയും ചെയ്തു. ഈ അമൂല്യദാനം എന്നും വാഴ്ത്തപ്പെട്ടതാകട്ടെ. മാർത്തോമാ സ്ലിഹായെ പോലെ ഞങ്ങളും ഈ ഭൂമിയിൽ നിന്ന് ഏറ്റുപറയുന്നതിനും ജീവിതത്തിലൂടെ നിനക്ക് സാക്ഷ്യം വഹിക്കുന്നതിനും സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ഭാരതത്തിന് സുവിശേഷ വെളിച്ചം നൽകുവാൻ തൻ്റെ വത്സല ശിഷ്യനായ മാർത്തോമാ സ്ലിഹായെ അയച്ച കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിശ്വാസ വെളിച്ചം സഭയിലൂടെ കൂടുതൽ പ്രകാശമാനമാകുവാനും സുവിശേഷ മാർഗം അനേകർ കണ്ടെത്തുവാനും ഇടയാകട്ടെ. മാർത്തോമാ ക്രിസ്ത്യാനികളായ എല്ലാവരും വിശ്വാസത്തിൽ ഐക്യപ്പെടുന്നതിനും ലോകമെങ്ങും സുവിശേഷത്തിൻ്റെ പ്രേക്ഷിതരും സാക്ഷികളുമായി തീരുന്നതിനും ഇടയാകട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലിഹായെ അനുകരിക്കുവാനും സഭയുടെ വിശ്വസ്ത മക്കളായി ജീവിക്കുവാനും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയ നാം എല്ലാവരും സ്വർഗത്തിൽ നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലിഹായോട് ഒന്നിച്ച് അവിടുത്തെ സ്തുതിക്കുവാൻ അർഹരാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും വിശുദ്ധ തോമാ സ്ലിഹായുടെ മാധ്യസ്ഥവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്നെ ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളെ പുറത്തേക്കും പാപങ്ങളെ മോചനത്തിന് കാരണമാകട്ടെ. ഇനി ഒരു ബലിയർപ്പിക്കുവാൻ ഞാൻ വരുന്നോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. നിത്യപ്രിയനായ ഈശോ, അങ്ങേ ദാസവരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുഹൃദയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസതോറും എടുക്കുന്ന അരുളഭിഷേകരെ മലിനമാക്കാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ രക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ പൗരത്വത്തിലെ മകനെ മുതൽ പതിച്ചിരുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകോസ്വം മാറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള പ്രയത്നങ്ങൾ ഫലസമൃദ്ധമായി ഭവിക്കട്ടെ. അവരുടെ സൃഷ്ടി ലഭിക്കുന്നവർ ഇകത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരിതൃപ്തി സ്വാഭാവികതയും മകുതമായി തീരട്ടെ. അങ്ങയുടെ കൂടെ ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ സദാ ഉത്സുകരാകട്ടെ. കർത്താവേ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസിനിമാരെയും ആത്മായ പരിശുദ്ധരെയും പ്രദാനം ചെയ്യണമേ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. വൈദികരുടെ അന്യായം അറിയമേ. വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസ് അമ്മേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുകുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ. ആമേൻ.